കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്ക് വീണ്ടും കുരുക്കായാണ്. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി വാദ്രയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഇഡി ഓഫീസിലേക്ക് ജാഥയായി എത്തിയായിരുന്നു വാദ്രയുടെ നാടകീയ നീക്കങ്ങൾ. ഇഡി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് എന്നും തനിക്ക് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല എന്നും വാദ്ര പ്രതികരിച്ചിരിക്കുകയാണ്. ഹരിയാനയിലെ ഗുരുഗ്രാം ഷിക്കോപൂർ ഭൂമി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്ക് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 10:30 ഇഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അതേസമയം നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ദില്ലിയിലെ ഇഡി ആസ്ഥാനത്ത് നടന്നത്. റോബർട്ട് വാദ്രയും അനുയായികളും ജാഥയായി ഓഫീസിലെത്തുകയായിരുന്നു. വാദ്രയെ 3 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തു. ഇഡി രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് എന്നും കേസിൽ ഒളിപ്പിച്ചു വെക്കാൻ തനിക്ക് ഒന്നുമില്ല എന്നും വാദ്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. 2008 വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി 7 കോടിയിലധികം രൂപയ്ക്കാണ് 3 ഏക്കർ ഭൂമി വാങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം 58 കോടി രൂപയ്ക്ക് ഭൂമി DLFന് വിറ്റു. വിലയിൽ 7 മടങ്ങ് വർധനവ് ഉണ്ടായി എന്ന് മാത്രമല്ല, ദിവസങ്ങൾ മാത്രമെടുത്താണ് ഹൗസിംഗ് സൊസൈറ്റി വികസിപ്പിക്കാനുള്ള പെർമിറ്റ് ലഭിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായി എന്നതാണ് ഇഡിയുടെ ആരോപണം. അതേസമയം ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസിൽ നിന്ന് വാദ്രയെ രക്ഷിക്കാൻ DLF ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് നൽകിയത് 170 കോടി നൽകിയായിരുന്നു. ഭൂമി ഇടപാട് കേസിൽ നേരത്തെ ഇഡി നോട്ടീസ് അയച്ചിട്ടും വാദ്ര ഹാജരായില്ല. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഇഡി നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് വാദ്രയ്ക്കെതിരെ ഇഡി നടപടി കടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്വേഷണ ഏജൻസിയുടെ സമൻസിനെ BJPയുടെ രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് വാദ്ര വിശേഷിപ്പിച്ചത്. ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിനാണ് ഈ സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവർ അന്വേഷണ ഏജൻസികളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുവെന്നും എനിക്ക് ഒരു ഭയവുമില്ല എന്നും വാദ്ര പറയുകയാണ്. എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. മോദി ഭയപ്പെടുമ്പോഴെല്ലാം അദ്ദേഹം ഇഡിയെ വിളിക്കുന്നുവെന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത്.